മണ്ണ് മുകളിൽ നിന്ന് പൊട്ടിയതാണ് വന്നതായിട്ട് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം ഇവിടെ മഴ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടുണ്ട്. അതിന് ആവശ്യമായ മുൻകരുതലൊക്കെ ഉണ്ടായോ എന്നതൊക്കെ നോക്കേണ്ട കാര്യമാണ്. ഇപ്പം 2 വർഷം മുൻപാണ് വലിയൊരു അതിന്റെ സമീപത്ത് തന്നെയാണ് ഉള്ളത്. അത് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഈ തുരങ്കപാതയ്ക്ക് സമീപം ചെറുതായി മണ്ണിടിഞ്ഞ് ഒന്നിച്ച് കൂട്ടിയിട്ടത് കൂടി വന്നതാണല്ലേ? അതെ, അങ്ങനെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു. മണ്ണ് മുകളിൽ നിന്ന് പൊട്ടിയതാണ് വന്നതായിട്ട് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം ഇവിടെ മഴ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടുണ്ട്. അതിന് ആവശ്യമായ മുൻകരുതലൊക്കെ ഉണ്ടായോ എന്നതൊക്കെ നോക്കേണ്ട കാര്യമാണ്. ഇപ്പം നമ്മൾ അത്തരം കാര്യത്തിലേക്കല്ല കടക്കുന്നത്. പരമാവധി ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ റോഡ് പാലത്തിൻ്റെ ഭാഗം മാത്രമാണ് മണ്ണെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. പല ഭാഗത്തായി മണ്ണെടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടെ സ്പീഡായി തന്നെ അത്തരം മണ്ണെടുക്കലും കാര്യങ്ങളുമൊക്കെ നീക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു ജീവൻ്റെ തുടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയണം. കുറച്ചുകൂടെ ത്വരിതഗതിയിൽ രക്ഷാപ്രവർത്തനം നടക്കണം. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നടത്തുകയാണ്. ഇപ്പോൾ ഈ തൊഴിലാളികളുടെ എണ്ണം കുറവായിരുന്നു തോന്നുന്നു അല്ലേ? തൊഴിലാളികളുടെ എണ്ണം കുറവായിരുന്നു. അത് വലിയൊരു അപകടത്തിൻ്റെ വ്യാപ്തി അതുകൊണ്ട് തന്നെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും അപകടം തന്നെയാണല്ലോ. ഈ പ്രദേശം നിങ്ങൾ സൂചിപ്പിച്ച പോലെ നിരന്തരമായ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാവുകയാണ്. പുത്തുമല, ചുരൽമല, ഇപ്പോൾ ഇവിടെയും. അപ്പോൾ വയനാടിനെ സംബന്ധിച്ച്, നാടിനെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ്. വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളും ഇത്തരത്തിലുള്ള സാധ്യതകളുണ്ട്. അപ്പം ജില്ലാ ഭരണകൂടമായും സംസ്ഥാന സർക്കാരായാലും മഴയുടെ ഈ വലിയ രൂപത്തിലുള്ള മഴ കണക്കിലെടുത്തുകൊണ്ട് മുൻകരുതൽ പ്രവർത്തനം കുറേ കൂടെ ശക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും CPM ജില്ലാ സെക്രട്ടറി റഫീഖാണ് നമ്മോട് സംസാരിച്ചത്.